വിഴിഞ്ഞം തുറമുഖത്തേക്ക് ലോഡുമായി പോയ ലോറിയിൽ നിന്ന് കല്ല് തെറിച്ചു വീണ് മരിച്ച അനന്തുവിൻ്റെ അച്ഛനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇന്ന് കലക്ടറുടെ നേതൃത്വത്തിൽ ഒരു യോഗം ഉണ്ടായിരുന്നു. അതിൽ ഈ അപകടങ്ങൾ കുറക്കാൻ ഒരു മാർഗ്ഗരേഖ തയ്യാറാക്കുമെന്നതടക്കം ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിൽ വിശ്വാസമുണ്ട്, പൂർണ്ണ വിശ്വാസത്തിലാണ്. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇന്നിപ്പോൾ ഇരിക്കുന്നത്. ഇവിടെ വന്ന അവിടെ എടുത്ത തീരുമാനങ്ങളെക്കുറിച്ച് എല്ലാം സബ് കളക്ടറും തുറമുഖ MD എല്ലാവരും വന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അത് നടപ്പിലാവും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇനി എൻ്റെ മകന് പറ്റിയത് വേറെ ഒരു കുടുംബത്തിന് ഒരു നഷ്ടം ഇതുപോലെ ഉണ്ടാവരുത്, അത് തന്നെ എനിക്ക് പറയാനുള്ളത്. നേരത്തെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നിരവധി തവണ ഈ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെല്ലാം ഇതേപോലെ കേസുകളൊക്കെ വരും, അപ്പോഴും നോക്കും, അതങ്ങ് പോയി. ഇപ്പോൾ അതിന് കർശനമായൊരു തീരുമാനം എടുക്കാൻ എൻ്റെ മകൻ്റെ ജീവൻ എടുക്കേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോഴാണ് അത് കർശനമായിട്ടുള്ള തീരുമാനത്തിൽ ഇപ്പോൾ വന്നേക്കുന്നത്. ഇന്നത്തെ തീരുമാനത്തിൽ ഒരു നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടൊരു തീരുമാനമായിട്ട് അങ്ങനെ ഞാൻ നഷ്ടപരിഹാരത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് എൻ്റെ മകൻ്റെ ജീവന് വില പറയുന്ന പോലെ ആയി പോവില്ലേ. അതുകൊണ്ട് അങ്ങനെ ഒരു അഭിപ്രായവും എനിക്കില്ല. ഞാൻ നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ടല്ല എൻ്റെ മകൻ്റെ ജീവൻ കൊടുത്തത്. മകൻ്റെ ജീവൻ്റെ വില എന്നതിലപ്പുറം അദാനി പോർട്ടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അനാസ്ഥ എന്നത് വെച്ചിട്ടാണല്ലോ നമ്മളെപ്പോഴും നഷ്ടപരിഹാരം ചോദിക്കുന്നത്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നതല്ല, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മറുപടി അദാനി പോർട്ടിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ നൽകിയിരുന്നു? അല്ല, അതാണല്ലോ ഇന്നൊരു ചർച്ച നടന്നത്. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം അവർ എടുത്തിട്ടുണ്ട്. സർക്കാർ അത് വേണ്ട തീരുമാനം എടുക്കും എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് ഞാൻ. നടത്തിയല്ല, അവിടെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇവിടെ വന്ന് എന്നോട് സംസാരിച്ചിട്ടാണ് പോയത്. ഇങ്ങനെ തീരുമാനം എടുത്തിട്ട് ഞങ്ങൾ ഇനി ക്യാമറ സ്ഥാപിക്കും, സ്പീഡ് ലിമിറ്റ് ചെയ്യും, ലോഡ് കൊണ്ട് പോകണതിന് ഒരു പരിധി വയ്ക്കും, പിന്നെ അവരുടെ റണ്ണിങ് ടൈമിന് ഒരു നിയന്ത്രണം കൊണ്ടുവരും എന്നെല്ലാം പറഞ്ഞ് എനിക്കത് അങ്ങനെ തീരുമാനം എടുക്കുന്നതിൽ വളരെ സന്തോഷമാണ്. ഞാനത് ആ വഴിക്ക് അവരുടെ വിശ്വാസത്തിൽ ഇരിക്കുകയാണ്. ഇന്നത്തെ ഒരു തീരുമാനം നടന്നതുപോലെ. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേസ് കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിലേക്ക് ഞാൻ ഒന്നിനും പോയിട്ടില്ല. ഇത് ഇവിടെ ഉള്ള പൊതുപ്രവർത്തകർ എന്തൊക്കെ ഉള്ള വഴിയേ ഉള്ളൂ. അല്ലാതെ ഞാനായിട്ട് എൻ്റെ മോന് കേസിനോ വേറെ ഉള്ള നഷ്ടപരിഹാരമായിട്ടുള്ള സംസാരത്തിനോ ഒന്നും ഞാൻ ഇറങ്ങിയിട്ടില്ല. വിശ്വസിച്ചിരിക്കുകയാണ്. സർക്കാർ ഉറപ്പ് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ അത് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഇവിടുത്തെ നാട്ടുകാർ അല്ലെങ്കിൽ ജനപ്രതിനിധികളൊക്കെ പറയുന്നൊരു കാര്യം, ഇപ്പോൾ ഞാൻ നഷ്ടപരിഹാരത്തിൻ്റെ ആയിട്ട് പറയുന്നില്ല, പലപ്പോഴും ഈ അനാസ്ഥ തുടരുന്നുണ്ട്. നേരത്തെയും ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതേ രീതിയിൽ തന്നെ ആവർത്തിക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കും. അങ്ങനെയുള്ള ഈ ഇപ്പോഴും ടിപ്പർ പോകുന്നതിനെ തടയും. കൃത്യമായ നിയമം വന്നതിന് ശേഷം മാത്രമേ അത് സമ്മതിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, ഇപ്പോൾ ഞാൻ ടിപ്പർ ഓട്ടം നിർത്തി വെച്ചിരിക്കുകയാണല്ലേ. ഈ ഒരു സംഭവത്തോടുകൂടി എൻ്റെ മകൻ്റെ ജീവൻ എടുത്തതോടുകൂടി ടിപ്പറിൻ്റെ ഓട്ടം നിർത്തി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനൊരു തീരുമാനം അവർ പിന്നെ അംഗീകാരം ഉണ്ടായിട്ട് ടിപ്പർ ഓടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സർവീസ് നടത്താവുന്നു. ഞാൻ അവരുടെ അടുത്ത് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളതും അങ്ങനെ തന്നെ, അതിനൊരു നിയന്ത്രണം വേണം. അപ്പോൾ അങ്ങനെ ചെയ്യുള്ളൂ അവർ എനിക്ക് വാക്ക് തന്നിരിക്കുകയാണ് ചെയ്യുന്നത്. ആ ഉറപ്പിൽ തന്നെ, സർക്കാർ എടുക്കുന്ന തീരുമാനത്തിൻ്റെ ഉറപ്പിൽ തന്നെ ഞാനിരിക്കുന്നത്. സർക്കാർ എടുത്ത തീരുമാനം ഏതായാലും ഉറപ്പ് വരുത്തുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് കുടുംബമുള്ളത്. എന്തായാലും ഇനി ഒരിക്കലും ഇങ്ങനെയൊരു അവസ്ഥ മറ്റാർക്കും ഉണ്ടാകരുത് എന്നത് തന്നെയാണ് കുടുംബം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകർക്കൊപ്പം റിപ്പോർട്ടർ സുനിഷ യെല്ലൂർ, റിപ്പോർട്ടർ തിരുവനന്തപുരം.